മുട്ടയൊക്കെ കഴിച്ച് മടുത്തല്ലേ? അപ്പോൾ നമുക്ക് ഈ പുഴുങ്ങിയ മുട്ട വെച്ച് ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ 3 മുട്ട ഞാനൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ അത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 3 മുട്ടയും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രസമില്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്? അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യമുള്ള മൈദയും കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഗരം മസാലയോ ചിക്കൻ മസാലയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇട്ട് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കൂടിപ്പോകാൻ പാടില്ല. കാരണം വെള്ളം കൂടിപ്പോയാൽ നമുക്കതിൻ്റെ ഷേപ്പിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതൊന്ന് കൈവിൽ വെച്ചിട്ട് ഒന്ന് പരത്തി എടുത്തിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗം നല്ല രീതിയിൽ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 ഭാഗം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരമൊക്കെ ചായക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റും അടിപൊളി സ്നാക്കാണ്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ പലഹാരമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.